ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വിക്കസ്റ്റ് വേ ടു അട്രാക്റ്റ് യുവർ എക്സ് ബാക്ക്, അഥവാ നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വല്ലാണ്ട് ചേസ് ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ ആ ചേസിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ, കോൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇങ്ങനെ പോയി ചെക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും. അവിടെ ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സ്റ്റോറി ഇട്ടിട്ടുള്ളത്, അതോ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, പല കാര്യങ്ങളാണ് നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ അവർ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്താൽ നമ്മൾ വല്ലാണ്ട് ചേസ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ ചേസ് ചെയ്യണ്ട. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞ ഒരാൾ പോയെങ്കിൽ നിങ്ങൾ കുറച്ച് സമീപനം പാലിക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലോട്ട് പോവാതെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കുക, വിളിച്ചുകൊണ്ടേയിരിക്കുക, എടുക്ക് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഡയൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനത്തെ പരിപാടികളൊന്ന് നിർത്തുക. അതിന് പകരം ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആ സമയത്ത് നമ്മൾ മെൻ്റലി എപ്പോഴും ഡൗൺ ആയിരിക്കും. ആ മെൻ്റലി ഡൗൺ ആവുമ്പോൾ നമ്മൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടും. നമ്മുടെ തോട്ട് പ്രോസസ്സിലൊക്കെ നേരിയ രീതിയിലുള്ള ഒരു ചേഞ്ച് വരും. സോ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ അതിന് മൂടില്ലെങ്കിൽ ജസ്റ്റ് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ശരീരം അനങ്ങുന്നതായിട്ടുള്ള ജോലികളുണ്ടാവും. അത്തരം ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് ആക്റ്റീവ് ആവുക ഫിസിക്കലി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒതുങ്ങിക്കൂടി ഇരിക്കരുത്. അത് കൂടുതൽ ഡിപ്രഷനിലോട്ടും കൂടുതൽ പ്രശ്നങ്ങളിലോട്ടും പോകത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടെങ്കിലാണ് പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. നമ്മൾ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ മൈൻഡൊന്ന് ഓക്കെ ആവാനും അതോടൊപ്പം തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തോട്ട് പ്രോസസ്സ് നമ്മളിൽ നടക്കാൻ വേണ്ടിയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 അഫർമേഷൻസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുക. കാരണം ഇത് ഒറ്റ തവണ പറയുമ്പോൾ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. നോട്ട് ചെയ്ത് ആ 6 അഫർമേഷൻസ് ബൈഹാർട്ട് ചെയ്യുകയോ, ഇനി ബൈഹാർട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അത് എവിടെയാണോ എഴുതി വെച്ചിട്ടുള്ളത് അത് നോക്കി വായിച്ചാലും മതി. അങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായി അത് വായിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്തിട്ട് ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു ആബ്സെൻറ്റ് മൂഡിലാണ്, നമ്മൾ അപ്രോച്ച് ചെയ്യാനോ നമ്മളെ കാണാനോ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചേസ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് ചേസ് ചെയ്യാൻ നിന്നിരുന്ന നമ്മളെ ഇങ്ങോട്ട് ചേസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് അവരുടെ മനസ്സ് എത്തും. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത്തരത്തിലുള്ള അഫർമേഷനൊക്കെ. അപ്പോൾ ആ സ്പെഷ്യൽ അഫർമേഷൻസ് നമുക്ക് നോക്കാം. ഒന്ന് എഴുതിയെടുത്തോളൂ. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, അവൾ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്താണ്? അവൾ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, എനിക്ക് അവിടെ ഒരു പേര് ഞാൻ ചേർക്കുന്നുണ്ട്, കൈന എന്നുള്ളത്. ആ പേര് നിങ്ങളൊന്ന് റീപ്ലേസ് ചെയ്താൽ മതി. നിങ്ങളുടെ വ്യക്തിയുടെ പേരെന്താണെങ്കിൽ ആ പേര് മെൻഷൻ ചെയ്യുക. എനിക്ക് കൈനയെ സ്വന്തമാക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അഫർമേഷൻ. മൂന്നാമത്തെ അഫർമേഷൻ, അവൾ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവൾ എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവൾ എല്ലാ ദിവസവും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൾ എല്ലാ ദിവസവും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. നാലാമത്തേത്, ഞാൻ എപ്പോഴും കൂടെയുള്ളതിലാണ് അവൾ സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ എപ്പോഴും കൂടെയുള്ളതിലാണ് അവൾ സന്തോഷം കണ്ടെത്തുന്നത്. ലാസ്റ്റ് വൺ, ആറാമത്തേത്, അവൾ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു. അവൾ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് പല രീതിയിലായിട്ട് ഉപയോഗിക്കാം.
ഒന്നുകിൽ നിങ്ങൾക്ക് ഇതൊരു 5 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്ത് പുസ്തകത്തിൽ നോക്കി വായിക്കാം. ഇനി ഇത് വായിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുന്നത്. ഇത് മൊത്തത്തിലൊന്ന് എഴുതുക. പിന്നെ ഇതേപോലെ തന്നെ ഒരു 5 തവണയോ 10 തവണയോ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്, റീഡിംഗ് മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നോക്കിയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അഫർമേഷൻസും അതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കി വായിക്കരുത്. കാരണം ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ വെള്ളത്തിലോട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് നോക്കി ഇത് ഓരോന്നായിട്ട് പറഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്താൽ അതും നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. ആ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് പറ്റും. അഥവാ ഇതൊരു മൈൻഡിനെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് ഞാൻ പറയുന്നത്. അഥവാ ഇത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സുകൾ നമുക്കുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങളുടെ ലൈഫിലോട്ട് അവർ പെട്ടെന്ന് വരികയും നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് പോസിബിളാണ്. ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചേസിങ് കാര്യങ്ങൾ ഇല്ലാണ്ടിരുന്നാൽ, നമുക്ക് മെൻ്റലി ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഓക്കെ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് 100% പെട്ടെന്ന് തന്നെ വർക്കൗട്ടാവും. ഈ തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടെങ്കിൽ ആ വ്യക്തി മിസ് ചെയ്തിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഇനിയും ധാരാളം മെത്തേഡുകളുണ്ട്. അത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എന്താണോ അത് പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ എക്സ് ബാക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു പ്രത്യേകതരം ഗൈഡൻസ് ഉണ്ട് വാട്സപ്പിൽ 21 ഡേയ്സ്. ഇപ്പം നിങ്ങളൊരാളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഒരു 2 വർഷമോ 3 വർഷമോ അല്ലെങ്കിൽ ഒരു വർഷമോ എങ്ങനെ ആയിക്കോട്ടെ, കാലാവധി ഞാൻ നോക്കുന്നേ ഇല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ആരെ സ്നേഹിച്ചു കഴിഞ്ഞാലും 2 പേരും 2 സ്ഥലങ്ങളിലാണ്, 2 തരത്തിൽ ജനിച്ചു വളർന്നു വന്ന ആളുകളാണ്. 2 പേരുടെയും ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും, ഇഷ്ടാനിഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോൾ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റുകളും ഒക്കെ ചിലപ്പോൾ വലിയ ബ്രേക്കപ്പിലോട്ടൊക്കെ പോകും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരാൾക്ക് തീരെ താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമായിരിക്കും. കാരണം ആ വ്യക്തിക്ക് ഇനി വേറൊരാളെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് വരെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു മാനസികാവസ്ഥ പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം പോലും ചിലപ്പോൾ കിട്ടാതെ ചില ആളുകൾ ബ്രേക്കപ്പ് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബ്രേക്കപ്പ് പറഞ്ഞു പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഈ വ്യക്തിക്ക് എന്തോരം വിഷമം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങനെ പോവില്ല. ഒരിക്കലും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് മുന്നോട്ട് പോകണം. നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പാച്ചപ്പ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് 21 ഡേയ്സ് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലോട്ട് വരാം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുക. അത് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഒന്ന് ഓക്കെ ആവാനും, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ തേടി വരാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കി നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഞാൻ പറയുന്നത് എന്തെങ്കിലും വലിയ ഇഷ്യൂസ് ഇനി ഒരിക്കലും ആ വ്യക്തി എൻ്റെ ലൈഫിലോട്ട് വരണ്ട, അത്തരമൊരു സിറ്റുവേഷനിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ആ വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഓക്കെയാണ്, അവന് ഉള്ളപ്പോൾ എനിക്ക് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് തോട്ട് പ്രോസസ്സ് വഴി ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത് വഴിയൊക്കെ നമുക്കത് സോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ പ്രോപ്പർ സൊല്യൂഷൻ എന്നുള്ളത് കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവും. ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.